ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒന്നും ഇടാതെ. അപ്പോൾ അതിലൊരു വിഷമമുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടേ ഉണ്ട്, വിട്ടിട്ടൊന്നുമില്ല. അങ്ങനെ നമുക്ക് ഒരു ബേജാറുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ആരും ഉണ്ടായിട്ടില്ല. ഇവിടെ അമ്മയും ഇവിടെ ഇല്ല. ഇപ്പോൾ അമ്മ അവിടെ പോയി, കെതുക്കൽ പോയി. അങ്ങനെ ഒറ്റയ്ക്കായതുകൊണ്ട് വീഡിയോ ഇടലില്ല. അങ്ങനെ ഇന്ന് നമുക്കൊരു കുഞ്ഞു വീഡിയോ ഇടാനുണ്ട്. അങ്ങനെ നമ്മൾ ഇന്ന് മീൻ ഉപ്പേരി വയ്ക്കാനുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് മീൻ ഉപ്പേരി ആക്കാം അല്ലപ്പോൾ. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാം. എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂര കൊടുത്തിട്ടുണ്ട്. ബാലട്ട വരുമ്പോൾ, പണി വിട്ട് വരുമ്പോൾ ചൂര പീസ്, നല്ല വലിയ ചൂരൻ്റെ പീസാണിത്. അപ്പോൾ ഇതിനെ നമുക്ക് നല്ലോണം കഴുകി ഒരു 4-5 പ്രാവശ്യം കഴുകിയിട്ട് ഇതിനൊന്ന് പുഴുങ്ങി വെക്കും. പാത്രത്തിലും വയ്ക്കാം. അങ്ങനെ ഇത് വെള്ളത്തിലിട്ടിട്ടും വേവിച്ചെടുക്കാം. നമുക്ക് ഇഡ്ഡലി പാത്രത്തിലാകുമ്പോൾ കുറേ നേരം പിടിക്കും. അതിന് കുറച്ച് പെട്ടെന്നാവട്ടെ പറഞ്ഞിട്ട് ഞാൻ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒന്നിച്ചിട്ട് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഒരിത്ര ഉപ്പ് നമുക്കിടാം. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, 1/2 സ്പൂണിൻ്റെ അത്ര. എന്നിട്ടിപ്പോൾ നല്ലോണം അത് കുറച്ച് വെന്ത് വരട്ടെ. ഇതിനിപ്പോൾ ഒരു അടപ്പ് വെച്ചിട്ട് അടച്ച് വയ്ക്കാം. നല്ല വെന്തിട്ടാവുമ്പോൾ നമുക്കിതിനെ വേവുമ്പോഴത്തേക്ക് നമുക്കിതിന് വേണ്ടിയ സാധനങ്ങളെല്ലാം നമുക്ക് എടുത്ത് വയ്ക്കാം. അപ്പം മീൻ നല്ല തിളച്ചുകൊണ്ടുണ്ട്. ഇനി നല്ലോണം വേവണം. അതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പ് എല്ലാം ഇറങ്ങണം. അതുവരെ നമുക്ക് വേവിക്കാം. കുറച്ച് വെള്ളം തോന ഒഴിച്ചിട്ടുണ്ട് വേവാൻ വേണ്ടിയിട്ട്. വെന്തിട്ടുണ്ട് ഇതാ. അപ്പോൾ ഇങ്ങനത്തെ മീൻ എടുക്കുന്നത് എന്തിനു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ മുള്ള് കുറവാണ്. വലിയ മീനല്ലേ. അപ്പോൾ ഇതിൽ ചൂരായതുകൊണ്ട് മുള്ള് അങ്ങ് വലിയ മുള്ളല്ലാണ്ട് ചെറിയ മുള്ളൊന്നുമില്ല. ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും എത്ര ചെറിയ കുട്ടികൾക്കും കൊടുക്കാം നമുക്ക്. അപ്പം ഞാൻ ഈ മീനിൻ്റെ ഒരു വറവ് ഉപ്പേരി വെക്കാമെന്നാണ്. അപ്പോൾ അങ്ങനെ അതിനുള്ള വേണ്ടിയ പച്ചമുളക്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. വലുത് നോക്കിയിട്ട് ഒരു സൈസ് വലുത് 2 3 എടുക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് മീനുള്ളൂ, അപ്പോൾ 2 ലേസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ, കരിവേപ്പിൻ്റെ ഇല, പിന്നെ ഉള്ളി, ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ വറവ് റെഡിയാക്കാം. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ആ വലിയ മുള്ള് നമുക്കതിനെ മാറ്റി എടുക്കണം. അപ്പോൾ ഇതാ നല്ല വെന്തിട്ടുണ്ട്. പൂച്ച കരയാൻ തുടങ്ങി. പൂച്ചയ്ക്ക് മീനിൻ്റെ മണം കിട്ടി. അപ്പോൾ ഈ വെള്ളം നമുക്കിത് വേണ്ട, ഇത് കളയും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പൊടിയാക്കിയിട്ട് എടുക്കണം. ചൂടില്ലേ? ചൂടുണ്ട്, കുറച്ച് ചൂടുണ്ട്. കുറച്ച് എല്ലാ മീനും നമുക്കിതിനെ പൊടിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് അതാണ് പറഞ്ഞത്, ഇതാ ചെറിയ മുള്ള് വലിയ മുള്ള് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ മീൻ എടുത്താൽ ഒരേ മുള്ള് ഉണ്ടാവുള്ളൂ. അതിന് കൊണ്ടാണ് ഇങ്ങനത്തെ മീനിൽ ഈ ഉപ്പേരി ആക്കുന്നത്, മീൻ ഉപ്പേരി. അപ്പോൾ ഞാനിതാ മീനെല്ലാം പൊടിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിന് അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒരു 2 സ്പൂണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉലുവ കുറച്ച്, ഒരു 1/4 സ്പൂണ്. പിന്നെ ഒരു 1/4 സ്പൂണ് കടുക്. പിന്നെ കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഇടാം. ഉലുവ കുറച്ച് നല്ല ബ്രൗൺ കളറിലേക്ക് കടുകും പൊട്ടും.
അപ്പോൾ ശരിയായിട്ടുണ്ട്. ഉള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പം ഞാൻ ഉപ്പ് കുറച്ച് മീനിലേക്ക് ഇട്ടിട്ടുണ്ടായി. അതിനിപ്പോൾ കുറച്ച് ഉപ്പ് ഉള്ളി വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം. പൊടി ഉപ്പ് ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ച് ഇഞ്ചും വെളുത്തുള്ളി അപ്പോൾ ഇതുപോലെ ആക്കുമ്പോൾ മത്തി മീൻ വിട്ടിട്ട് അയില ആയാലും എല്ലാ മീനും ആവും. മുള്ള് കുറവുള്ള മീൻ എല്ലാതും ഇതുപോലെ ആക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഉള്ളിയെല്ലാം നല്ല ബ്രൗൺ കളറായി. ഇനി നമുക്ക് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് പൊടി പൊടിയാക്കിയിട്ട് വെച്ചിട്ടുള്ള മീൻ ഇതിലിട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം. മിക്സ് ആവണല്ലേ. അപ്പോൾ ഒന്ന് നല്ലോണം ഇറക്കി കൊടുക്കാം. പൊടി ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ ഇത് ലേസം മതി. ഒരു ലേസം ഒരു നുള്ള്. അപ്പം നമ്മുടെ വറവിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട്. ഒരു റോസ്റ്റ് ആയതുകൊണ്ട് എണ്ണയിലേ ഒരു റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മണം ഉണ്ട്. അപ്പോൾ ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ നമ്മുടെ ഇനി തേങ്ങ ലാസ്റ്റിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പേരി റെഡി. ഫിഷ് ഉപ്പേരി. വറവ് റെഡിയായി. ഫിഷ് വറവ് ഉപ്പേരി റെഡിയായി. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. മണമുണ്ട്. സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വറവ് നല്ല സൂപ്പറായിട്ടുണ്ട്. അതുപോലെ ആക്കണോ നിങ്ങൾ. അങ്ങനെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം, സബ്സ്ക്രൈബ് ആക്കണം. ബൈ.